ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അർജുനില്ല, ബാക്കി കുറച്ച് പേരുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, ഇന്ന് ഞങ്ങളൊരു ഗേൾസ് ട്രിപ്പ് പോവുകയാണ് ഗൈസ്. ജസ്റ്റ് 1 ഡേ ട്രിപ്പ്. രാവിലെ പോയി വൈകിട്ട് വരെ ഒരു 12-13 പേരോളം നമ്മളുണ്ട്. അപ്പോൾ ഇപ്പം സമയം രാവിലെ 6:15 മുഖത്തൊക്കെ നല്ല ഉറക്കക്ഷീണം ഉണ്ടായി. ഞാൻ ഈ സമയമൊക്കെ കാണുന്ന തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നത്. അപ്പം ഇപ്പം നാൻസി എന്നെ പിക്ക് ചെയ്യാൻ വരും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കും പിക്കപ്പ് ആ ലൊക്കേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ എവിടെ എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാൻ. ഇപ്പോൾ സംസാരിച്ചിരിക്കാൻ സമയമില്ല. എവിടെ പരിപാടി തിരിപ്പിച്ചാലും ഞാനായിരിക്കും ഏറ്റവും അവസാനം എത്തുന്നത്. അപ്പോൾ ഇന്നും ആ പതിവ് തെറ്റാൻ ചാൻസ് ഇല്ല, ഞാൻ തന്നെ ആയിരിക്കും ഏറ്റവും അവസാനമായിട്ട് എത്തുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ വഴിയെ കാണാം. എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ അത് AC-ൻ്റെ ആയിരിക്കും കേട്ടോ. കാരണം ഇവിടെ 2 ദിവസമായിട്ട് ഭയങ്കര ചൂടാണ്. ഭയങ്കര 35 ഡിഗ്രീസ് ഒക്കെ ആയിരുന്നു ഇന്നലെ. നമ്മുടെ നാട് വരെ നാണിച്ച് മാറി നിൽക്കുന്ന രീതിക്കുള്ള ചൂടാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ആയിരിക്കും. പിന്നെ ഏറെ ചെറിയൊരു ബഹളം തുടങ്ങിയിട്ടുണ്ട്. അർജുനും ഷിഫ്റ്റിന് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ചേട്ടായി വരും അവനൊന്ന് പുറത്തിറക്കാൻ. ബാക്കി അവൻ ഒറ്റയ്ക്ക് കിടന്നോളൂ. അവൻ യൂസ്ഡാണ്. നമ്മൾ ഷിഫ്റ്റിനൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് കിടക്കാനായിട്ട് അവൻ കുറച്ച് നേരമൊക്കെ ഒറ്റയ്ക്ക് കിടക്കാൻ അവന് യൂസ്ഡാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങുന്നവൻ കണ്ട്. അപ്പോൾ അവനൊരു ഡൗട്ട്, നമ്മൾ എവിടെ പോവാന്ന് വിചാരിച്ചിട്ട് അവൻ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വിശേഷങ്ങളൊക്കെ വഴിയേ കാണാൻ. ഞാൻ ഒരുപാട് സംസാരിച്ച് ലേറ്റ് ആക്കുന്നില്ല. നാൻസി ഇപ്പം എത്തും. അപ്പം ശരി. അവന് പുറത്തിറക്കാണ്ടിരിക്കാനുള്ള പ്ലാൻ അവൻ കൂടെ സമ്മതിച്ചില്ല. എൻ്റെ നല്ല കരച്ചിലായപ്പോൾ എനിക്കൊരു സങ്കടം. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് അവനെ സന്തോഷിപ്പിക്കുക, ഒന്ന് പുറത്തൊക്കെ ഇറക്കിയിട്ട് തിരിച്ച് വീട്ടിൽ കയറ്റുമ്പോൾ അവനും ഓക്കെ ആവുമല്ലോ. അങ്ങനെ തന്നെ കൊണ്ടിറങ്ങിയിട്ടുണ്ട്. പൊട്ടൻ പോകാൻ നോക്കി. ഇന്നലെ ഇവിടെ ഒഫീഷ്യലി സമ്മർ തുടങ്ങിയതിൻ്റെ പേരിൽ ഞാൻ അവനെ കൊണ്ട് ഫുൾ ഹെയർ കട്ടൊക്കെ ചെയ്യിപ്പിച്ച്. കാരണം നല്ല ചൂടാണ്. ഇവൻ്റെ ഈ ബോഡി ബ്ലാക്കും കൂടെ ആയതുകൊണ്ട് നല്ല ചൂടാണ് ഇവനെ. അപ്പോൾ ഫുൾ ഹെയർ കട്ട്, ഫുൾ പറ്റയൊക്കെ അടിച്ച് മുട്ടയടിച്ച് നടക്കുക. അപ്പോൾ എന്തായാലും അവർ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവനൊന്ന് സന്തോഷിപ്പിച്ചിട്ട് വരാം. സോ നാൻസി ചേച്ചി എത്തി. ഹായ്, നമ്മൾ ലേറ്റ് ആയില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പം കയറട്ടെ. എത്തി, എല്ലാവരും എത്തി. ആ, വണ്ടി എത്തിയെന്ന് മെസ്സേജ് വന്ന്. അപ്പോൾ പോവാം. ഓക്കെ. ഹായ് ഹായ് ഗൈസ്. ഓ, എല്ലാ അലമ്പോളും ഉണ്ടല്ലേ. ഇവിടെ അടുത്ത ആരോ ഫ്രണ്ടിൽ കയറാൻ വന്നേ. ഹായ്. ഓക്കെ, അതല്ലേ രാവിലെ എത്തിയല്ലേ. ഹായ്. ഓക്കെ, കേറട്ടെ. എടുക്കണോ? ബസിന്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കണോ? എന്നാ ബാ. ബസിന്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ. മീനു മോനെ. ആ വാ. എനിക്ക് സൈഡ് സീറ്റ് വേണം. എനിക്ക് ഛർദിക്കാൻ വരും. നാൻസി ഇപ്പൊ വരും. കാർ ഡ്രോപ്പ് ആണോ? സീറ്റ് പിടിച്ചിരുന്നതായിരുന്നു ഞാൻ. ഇത് എവിടെ? ഇത് മഞ്ഞ മഞ്ഞ പച്ച വെള്ളമേ. പൊന്നേ, നീലം കൂടെ വന്നിന്നോ? ഓ, മൊത്തത്തിൽ ഒരു അലമ്പോട്ടെ. ഇപ്പഴാ ഗേൾസ് ട്രിപ്പ് ആയേ. ഗുഡ്. ഇനി ആരാ? മീനു. അവള് ഭയങ്കര ഡീസന്റ് ആയി പോയോ? മീനു കുറച്ച് ഡീസന്റ് ആയാ? ഫോട്ടോ എടുക്കാൻ പോണോ? ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഇതാണ് നമ്മുടെ ഓർഗനൈസർ. ആണല്ലേ? നീതു വർഗേസ്, അനുജ, അയ്യോ, പ്രിയമണി, അനിമോൾ. ഭയങ്കര എളുമ. പേര് പറയണേ. ജെറി, അനിമോൾ, ടിനിമോൾ, അയ്യോ, കൃഷ്ണേന്ദു. ഫോട്ടോ എടുക്കാം. നിന്നോ ബാ. ഞങ്ങളങ്ങനെ ഏതാടി സ്ഥലം? ഏതാടി ഇത്? ഹാമൻസ് പ്ലേസ്. ആ, അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പറയാൻ അറിയാത്തോണ്ട് അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളത് ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ ഇറങ്ങി. ടിമ്മില് എല്ലാവരും ക്യൂ നിന്ന് ഓർഡർ ചെയ്യാം. വിശപ്പായോ ഗൈസ്? നല്ല ഐശ്വര്യായിരിക്കും. വിശപ്പായോ ഗൈസ്? ഇല്ല,
ഇല്ല അന്ന് മാറി നിന്ന് ഇങ്ങോട്ട് വന്നേ പോ. വിശപ്പായോ? ആ ഓക്കെ. അനു ചേച്ചി എത്തിയാ? ഞാൻ എടുക്കൂല. കൊച്ചി എത്തി. ഓക്കെ പ്രീതിച്ച് ഇറങ്ങി വാ. എല്ലാരും ഇറങ്ങി വരൂ. നമ്മള് ലൊക്കേഷൻ എത്തിയല്ലേ? ഞാൻ ചേച്ചി ഇത് കറക്റ്റ് എവിടെയാ? അതല്ല സ്ഥലത്തിന്റെ ഇതേ കറക്റ്റ് ലൊക്കേഷൻ എവിടെ നമ്മൾ എത്തിയേക്കുന്നേ? റിവർ റാഫ്റ്റിംഗിന്റെ ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അത് ഏതാ ലൊക്കേഷൻ എന്നാ ഞാൻ ചോദിച്ചത്. അതായത് നമ്മൾ ട്രൂറോ കഴിഞ്ഞ് ശുഭകനഗടി പരസ്പരം ചെളി വാരത്തേക്കാൻ പോയി. ഒന്ന് രണ്ട് എണ്ണി ഇറക്കാം. 3 വാ 4 5 6 ഓ കൃഷ്ണന്റെ കണ്ണാടി വിട്ട കളിയില്ല. 7 ഇറങ്ങടാ 9 അല്ല 8 ഞാൻ 8 പറഞ്ഞ കേട്ട. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. എടാ എല്ലാരും ബാഗൊക്കെ എടുത്താ? ഇതാണ് നമ്മള് മയിൽവാഹനം ഓടിച്ച അർജുൻ. ഞാൻ എന്റെ ബാഗ് എടുക്കട്ടെ. എന്റെ പൊന്നെ അമ്മേ. എടാ അടച്ചോടാ, ഇനി ആരും ഇല്ലടാ. സോ ഇനി നമ്മളെല്ലാം ഡ്രസ്സ് മാറി ചെളിയിൽ ഇറങ്ങാൻ പറ്റിയ കോലത്തിൽ പോലടാ മോനെ. പിന്നെ പ്രിയ ചേച്ചി എന്താണ് പറയാനുള്ള ട്രിപ്പിനെ പറ്റി? നമ്മള് പരസ്പരം ചെളി വരുത്തേക്കാൻ പോവാ. അതല്ലേ ഇതാണ് മുതലാക്കേണ്ട. പൈസ കൊടുത്ത് നമ്മള് സ്വന്തമായിട്ട് ചെളിയിൽ ഇറങ്ങാൻ പോകും. അതെ ഇതൊക്കെ കേട്ടോ വാഷ്റൂം ചേഞ്ച് റൂമൊക്കെ. ഓരോരുത്തർ ഡ്രസ്സ് മാറി ഇനി ഇറങ്ങണം. പൊന്നെ അപ്പൊ ഇനി ബാക്കി നോക്കാം. ചെളിയിൽ കൊണ്ട് ഞാൻ ഫോൺ കൊണ്ട് ഇറങ്ങുമെന്ന് എനിക്ക് അറിയില്ല. വാട്ടർ പ്രൂഫ് ബാഗ് കൊണ്ട് പക്ഷെ എന്തോ റിസ്ക് എനിക്ക് മണക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എടുക്കുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. എന്താ ചേച്ചി ചെയ്യുന്നേ? ആണോ? ഓക്കെ ഇനി നമ്മളിത് ബാക്കിയുള്ള ഐറ്റംസ് ബാഗ് കടച്ചാണ്ടി എല്ലാം കൊണ്ട് കാറിൽ വെക്കും. മയിൽവാഹനത്തിൽ വെച്ചിട്ട് നമ്മളിനി ചെളിയിലോട്ട് ഇറങ്ങാൻ പോവാം. ഗൈസ് റെഡി അല്ലേ? ഓക്കെ 6 പേരുടെ 8 പേര് 2 വണ്ടിയിലാണ് പോണത്. ഒരു ഗ്രൂപ്പിൽ 6 പേര്, ഒരു ഗ്രൂപ്പിൽ 8 പേരും. 2 ഗോപ്രോ എടുക്കാം നമുക്ക്. അപ്പൊ നമ്മൾ ഗോപ്രോ നമ്മൾ ഹോൾഡ് ചെയ്യണം. ഡ്രൈവർ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ നമ്മുടെ ഇവിടുത്തെ ലൈഫ് ജാക്കറ്റിൽ മുക്കിയിട്ട് നമ്മൾ തന്നെ എടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ചെളിയിൽ പോകുമ്പോഴത്തേക്ക് അയാളുടെ കൊടുത്തിട്ട് പോവാം. എടുക്കണ്ടേ? നമ്മുടെ കാര്യം എടുക്കാൻ അറിയാവുന്ന എനിക്ക് പേടിയാ. പിന്നെ എന്തിനാടാ ഇതിനൊക്കെ വന്നിറങ്ങുന്നേ? പൈസ കൊടുത്ത് പേടിക്കാൻ വന്നതാ. എടി എന്തോടി ഈ നിമിഷത്തെ ഇല്ല എന്റെ ടാർഗറ്റ് ഇന്ന് പ്രിയ ചേച്ചിയാ. ടോം ചേട്ടന്റെ അടുത്ത് പറയണേ ഈ വ്ലോഗ് കഴിഞ്ഞാൽ എനിക്ക് ഷിഫ്റ്റ് തരണമെന്ന്. ഇല്ല ഇത് ഫുള്ള് ഞാൻ ലൈവ് പോവാ. പറയാൻ പറ്റൂലല്ലേ എന്നൊക്കെ. നല്ല ചെളിയാന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും തൽക്കാലം ഫോൺ എടുക്കുന്നില്ല. കാരണം ഫോണില്ലാണ്ട് വീട്ടിൽ ചെന്നാൽ വീട്ടിൽ കയറ്റൂല എന്ന് അർജുൻ പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും ഞാൻ ഫോൺ എടുക്കുന്നില്ല. ഞാനൊരു വാട്ടർ പ്രൂഫ് ബാഗൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങാണം കളഞ്ഞു പോയാൽ നഷ്ടം എനിക്ക് തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ വണ്ടിയിൽ തന്നെ ഫോൺ വെച്ചിട്ട് പോവാം. ബാക്കി വന്നിട്ടുള്ള കോലം എന്നെ പറ്റിയാണ്. അത് ഞാൻ കൊച്ചു കുട്ടികൾ ഞാനും ഉണ്ട് 300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ ബിഫോർ ആൻഡ് ആഫ്റ്റർ
നമ്മുടെ കോലം നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ബിഫോർ കോലം ഇങ്ങനെയാണ്. അതെ, ആഫ്റ്റർ കോലം എന്തായാലും നമ്മൾ വളരെ മോശമായിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും ഫോൺ എടുക്കുന്നില്ല. ബാക്കി അതെന്റെ ടാറ്റ്. അപ്പൊ ബാക്കി വിശേഷം നമുക്ക് ഗൈസ് റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പോയിട്ട് വരാം. എല്ലാരും ഒരു 2 minutes സൈലൻസ്. അതെടാ. ദൈവമേ നിനക്ക് വന്ദനം. ഓക്കെ, അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മളിതേ താഴേക്ക് ഇറങ്ങി പോവാട്ടോ. ഓരോരുത്തരായിട്ട് ഇറങ്ങി പോവുക. ഇതിൽ എത്രത്തോളം ക്ലാരിറ്റി കാണുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഫുള്ള് ഇത് ഗോപ്രോയിലാട്ടോ. ഇവർ പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഗോപ്രോയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് നോക്കാം. എല്ലാ ചെളിയുണ്ട് കേട്ടോ, ഫുൾ ചെളി. എൻ്റെ പൊന്നേ. ഓ യെസ് വി ആർ. വെയിറ്റ്, മീനുവിനെ രണ്ടുപേരും വാ. Excuse me, is there any way to get down there other than this one? Yeah, okay. Oh yeah, അമ്മേ ശിവനേ, നല്ല ചെളി. അടിപൊളി ചെളി കേട്ടോ. പൈസ കൊടുത്തൊക്കെ നമ്മൾ പണി മേടിക്കാന്ന് പറയുന്നതിന്റെ വലിയൊരു. ഓ യെസ്, ആ കറക്റ്റാ. അപ്പൊ സൈഡ് വെച്ച് തെറ്റിപ്പോളൂ. നല്ല ചെളി എന്നൊക്കെ പറഞ്ഞ എന്റെ കാലിന്റെ അവസ്ഥ ഉണ്ടോന്ന് ഗൈസ്. അപ്പൊ ശരി, ടാറ്റാ. നമുക്ക് ചെളി വെച്ച് കാണാം. എടാ ഇതെന്താടാ, ടൈഡ് കയറിക്കൊണ്ടിരിക്കുവാണ്. അതിന്റെ എക്സാമ്പിൾ എത്ര പെട്ടെന്നാ കയറി പോന്നേന്ന് നോക്കിയേ. എടാ അവരെന്താ പറഞ്ഞേ, ഹൈ ടൈഡ് വരുമ്പോ നമ്മൾ ഓടി കയറണോന്നോ? എന്റെ മോനെ. ഓക്കെ, ദേ നമ്മൾ കയറാൻ പോവാണേ. ഒന്നേ, ഇതാ നമ്മൾ ഈ ചേട്ടന്റെ കൂടെ കേട്ടോ പോന്നെ. ഗൈസ് റെഡി അല്ലേ? ഓ യെസ്. Can I get it from this side too? Yeah, all right. കയറട്ടെ. എവിടെ പിടിക്കണ്ടേ? ഗൈസ് റെഡി? അപ്പൊ അതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കല്ലേ. നമ്മള് മറ്റേ ബാച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. മോനെ പൊളി. ഇപ്പൊ ചൂടത് നമ്മള് എന്തോ ഒരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. ഇവിടെ മഡ് സ്ലൈഡിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടിട്ടേക്കുവാണേ. ഇവിടെ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് കാണിക്കണം. അപ്പൊ നമ്മൾക്ക് ഷൂസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ജാക്കറ്റ്സ് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എടാ എന്തൊരു ക്ലാരിറ്റി ഇഷ്യൂ കേട്ടോ, എന്തോ ഒരു ഷെയ്ഡും അല്ല ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇറങ്ങാം. ജാക്കറ്റ്സ് എല്ലാം ഊരട്ടെ. ജാക്കറ്റ്സ് ഇല്ലേ? If you guys go in the water first, get yourself sweat, you're going to slide a lot better down the mud as well. So I suggest jumping in the water quick as well. All right. ഇനി ഇവിടെ എന്താ ചെയ്യണ്ട നമ്മള്? വെള്ളത്തിൽ മുങ്ങാനാ പറഞ്ഞ. അപ്പൊ അനുമോളേച്ച് അവർക്ക് ജാക്കറ്റുമായിട്ടാ പോയേ. നമ്മളെ നല്ല ചേട്ടനാന്ന് തോന്നുന്നു. എടാ നല്ല ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്, കുഴപ്പമില്ല, നോക്കാം. ഇനി നമ്മള് വെള്ളത്തിൽ മുങ്ങി നനഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാൻ അവര് പറഞ്ഞേക്കുന്നേ. കൊറേ പേർക്ക് നല്ല മടിയാട്ടാ മുങ്ങാനായിട്ട്. മുക്കി അയ്യോ ഗൈസ് എങ്ങനെയുണ്ട്? നീത ചേച്ചിയുടെ തല ഈ സ്ഥലത്ത് ഈ ഫുൾ ചെളി. ആൾക്കാർ വെറുതെ വെള്ളത്തിലിറങ്ങുക, വീണ്ടും ചെളി കയറുക, വീണ്ടും വെള്ളത്തിലിറങ്ങുക, വീണ്ടും ചെളി കയറുക. പൊന്നെ
അടിപൊളി. അനുമോള് ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നേ? അടിപൊളി. നീതു ചേച്ചി ഏതാ ഓക്കെ. അങ്ങനെ 4 മണിക്കൂറത്തെ റിവർ റാഫ്റ്റിങ്ങിന് ശേഷം നമ്മൾ കരയിലെത്തി. Alright guys, I'm going to be coming up on the left again to catch the boat, so just watch your feet. Oh yeah. So ഇനി നമ്മൾ കുറച്ച് മഡ് റേസിംഗാ, സ്വിമ്മിങ്ങിനും ചളിയിൽ കളിക്കാനുമായിട്ട് പോവാ. ഓ എന്റെ പൊന്നെ, കര കണ്ടപ്പോ എന്തൊരു ആശ്വാസം. അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ അവസാനം കരയിലെത്തി ഗൈസ്, കരയിലെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു കൃഷ്ണന്തോ? എങ്ങനെ ഉണ്ടായിരുന്നു ജിസ്മോളേച്ചി? ഇവിടെ 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 ശ്രദ്ധിക്കേ ആരാധകരെ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. അപ്പൊ അതെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഓക്കെ. അപ്പൊ ഞങ്ങളെല്ലാം കഴിഞ്ഞ് അയ്യോ കണ്ടു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങള് ലഞ്ച് കഴിക്കാൻ പോവല്ലേ? എങ്ങോട്ടാ പോകുന്ന ലഞ്ച് കഴിക്കാൻ? സിസ്ലേഴ്സിലോട്ട് ലഞ്ച് കഴിക്കാൻ പോവാ. അപ്പൊ അതിന്റെ മെനു നോക്കിക്കൊണ്ടിരിക്കുക ചെറിയ. ഞങ്ങളെ മെനു എല്ലാം നോക്കുന്ന ചെറിയ, പേ ചെയ്യുന്നതും ചെറിയ. ആരാ പറഞ്ഞേ? അങ്ങനെ ആരാ പറയുന്നത്? എല്ലാം അറ്റ്ലാന്റിക് ഹെൽത്ത് കെയർ. അപ്പൊ ഇന്ന് നമ്മള് നേരെ അങ്ങോട്ടേക്ക് പോവാ. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്, ഫുഡ് കഴിക്കണം. അപ്പൊ ഇനി നേരെ നമുക്ക് അവിടെ പോയിട്ട് കാണാം അല്ലേ? അയ്യോ, അങ്ങനെ നമ്മൾ ട്രൂറോ ഓൾമോസ്റ്റ് അടുക്കറേ. അവിടെ തന്നെ സിസിൽ ആൻഡ് സ്പൈസ് എന്ന് പറയുന്നൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നേ. അവിടെ നമ്മൾ കഴിക്കാൻ കയറിയിട്ടുണ്ട്. എല്ലാവരും നല്ല വിശന്ന് വട്ടം തിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഇനി വിശന്നിട്ട് അല്ല കഴിച്ചിട്ടായിരിക്കും എല്ലാവർക്കും എനർജി വരാം. പ്രജിച്ചി എന്തോ ഓർഡർ ചെയ്തേ? ചിക്കൻ. അല്ല ഓൾറെഡി വിളിച്ചു പറഞ്ഞല്ലോ. എന്ത് പറഞ്ഞേ? ഓ യാ. ഓക്കെ, ഇനി ബാക്കി കഴിച്ചിട്ടൊക്കെ കാണാം കേട്ടോ. തീരെ എനർജി ഇല്ല. ആവേശത്തിന്റെ വിശപ്പിന്റെ പുറത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതെ, ചോല ഭട്ടൂര ഒരു സെറ്റ് ചോള ഭട്ടൂരയില് 4 എണ്ണം ഉള്ളല്ലേ? 4 ഭട്ടൂരാസ്. അയ്യോ, പെട്ടെന്ന് കിട്ടിയത് മാത്രം ഓർമ്മയുണ്ട്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞത് വലിയ ഭട്ടൂര, അടിപൊളി ഭട്ടൂര. പിന്നെ ഒരു മാംഗോ ലസ്സിയും പറഞ്ഞിട്ടുണ്ട്. ഹരിയാലി ചിക്കനും പറഞ്ഞിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തേടി. ദിസ് ഈസ് ഹരിയാലി ചിക്കൻ. കഴിച്ചോട്ടെ. എടാ എങ്ങനെയുണ്ടാ ഭട്ടൂര? ആ ശ്രീപ്രിയ എങ്ങനെയുണ്ടാ? നമ്മളെ വയറ്റിൽ എത്ര ഉപ്പ് ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഭട്ടൂർക്ക് വേണോ? അതെ, ഫൈനലി നമ്മളെല്ലാം തിരിച്ച് ബ്രിഡ്ജ് വാട്ടർ എത്തി. എല്ലാവരുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കോല ഞാൻ ഇടുവേ. 1 ഇറങ്ങി 2 അനുചിച്ച് ടാൻ എന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ വെച്ച് മുഖത്ത്. ഓ, നിന്നെ കണ്ടപ്പോ എനിക്കൊരു ആശ്വാസമായിടി. ഇറങ്ങി വാ. 3 4 5 6 എങ്ങനെ ഉണ്ടായിരുന്നടാ? ശ്രീപ്രിയ? ഓക്കെ, വരൂ. പ്രീച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? ഇത് എവിടെ പോന്ന്? 5-6 കുപ്പിയൊക്കെ ഉണ്ടല്ലോ. കയ്യിലുള്ള സാധനങ്ങൾ മുഴുവനുണ്ട്. എടാ, എന്റെ ഒരു ബോട്ടിൽ അവിടെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി?
എങ്ങനെയുണ്ടായിരുന്നു? നീ എന്നെ കൊണ്ടുപോകുന്നു. എടാ ബോട്ടിലിങ് എടുക്കടാ. അങ്ങനെ ഫൈനലി ഒരു 4-4:30 ആയപ്പോൾ ഞങ്ങളെല്ലാം ബ്രിഡ്ജ് വാട്ടർ എത്തി കേട്ടോ. ഈ സമ്മർ ടൈമിൽ ഇടയ്ക്കെങ്കിലും വേണ്ടുന്നൊരു ബ്രേക്കായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത്. സോ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.